ഒരു ബി.ജെ.പി. നേതാവിനും ഒരു സി.പി.എം. നേതാവിനും ഒന്ന് പരസ്പരം കെട്ടിപ്പിടിക്കാൻ ചൂരൽമലയിലെ ദുരന്തം വേണ്ടിവന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നറിയാമോ? കഴിഞ്ഞ ദിവസം ബി.ജെ.പി. കൽപ്പറ്റ മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് ഷാജിമോൻ എന്നാണ്, ഷാജിമോൻ ചൂരൽമല, അദ്ദേഹം ഒരു വൈകാരികമായൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഈ കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടുകയാണ്. അദ്ദേഹം പറയുന്നത്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും ചൂരൽമലയിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം, ആ സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഒരു കാലത്ത് രണ്ടു വശത്തു നിന്നും പോർവിളി നടത്തിയിരുന്ന നാട്ടിലെ CPM നേതാവിനെ അന്ന് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനാണ് തോന്നിയത്. നമ്മളെല്ലാം വെറും മനുഷ്യരാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നത് ഒരു ദുരന്തമാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും ഷാജിമോൻ ചൂരൽമലയുടെ ആ കുറിപ്പിലുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള പല ധാരണകളും തിരുത്താൻ പ്രേരകമാവുന്നത് ഇതുപോലെയുള്ള ആകസ്മികമായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ്, ചിലപ്പോൾ ദുരന്തങ്ങളാണ്. നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ അവർ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ ചിന്തിച്ചു വെച്ചിരുന്നത് പോലെ ആയിരുന്നില്ല അവർ എന്നുള്ള തിരിച്ചറിവൊക്കെ നമുക്കുണ്ടാകുന്നത് ഇത്തരത്തിലും എന്തെങ്കിലുമൊക്കെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഷാജിമോൻ ചൂരൽമല പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്ററിൻ്റെ പൂർണ്ണരൂപം വായിക്കാം. എന്തായാലും അതിലെ വാക്കുകൾ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ഇന്ന് വീണ്ടും ഞാൻ എൻ്റെ ചൂരൽമലയിലേക്ക് പോയി. പാർട്ടി മുൻ ജില്ലാ അധ്യക്ഷനായിരുന്ന സജി ശങ്കർ ചേട്ടനും മറ്റു കുറച്ച് സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. മുൻപ് ഞാൻ താമസിച്ചിരുന്ന HS റോഡിലെ വീടിനടുത്തെത്തി. നിങ്ങൾക്കറിയാമല്ലോ അവിടെയെല്ലാം എങ്ങനെയായി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ പോസ്റ്റിൽ. കുറച്ച് മുമ്പോട്ട് നടന്നു. ഒരുപാട് വീടുകളുണ്ടായിരുന്ന ആ സ്ഥലത്ത് അയാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം അയാൾ എന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹത്തെ സംബോധന ചെയ്തിരിക്കുന്നത്. CPM CITU നേതാവായ അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സ് വിങ്ങി, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനാണ് തോന്നിയത്. രണ്ടുപേരും പിടിച്ചു നിന്നു. പോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു നടന്നു. എന്തോ വീണ്ടും തിരിച്ചു ചെന്ന് ചേർത്ത് പിടിച്ചു. അദ്ദേഹമാണ് ആദ്യം കരഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടിലെ പഴയ കഥകൾ ആലോചിക്കുന്നത്. ഇരുവശത്തു നിന്നും പോർവിളികളും മറ്റും നടത്തിയിരുന്നവരാണ് ഞങ്ങൾ. ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയ വൈരവും മറ്റും. നമ്മൾ മനുഷ്യരാണ്, പച്ചയായ മനുഷ്യർ. ദുരന്തത്തിൻ്റെ പേരിൽ വെല്ലുവിളികളും അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തുന്നവർ അറിയുക, മനുഷ്യരാണ് നമ്മൾ, വെറും മനുഷ്യർ. ആ തിരിച്ചറിവിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് ഒരു ദുരന്തമാകാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഓർക്കുക, മനുഷ്യരാണ് നമ്മൾ, നിസ്സഹായരായ വെറും മനുഷ്യർ. ശരിക്കും നമ്മളെല്ലാവരും ഇപ്പോൾ വയനാട്ടിലെ ഈ ദുരന്തം വന്നപ്പോൾ അവിടെ പലർക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. കാരണം ഒരു രാത്രി കൊണ്ട് എന്തൊക്കെയാണ് അവിടെ ഇല്ലാതായത്. നമ്മൾ ചേർത്ത് പിടിച്ചിരുന്ന സമ്പാദ്യം, നമ്മൾ ചേർത്ത് പിടിച്ചിരുന്ന നമ്മുടെ ബന്ധുക്കൾ, ഉറ്റവർ എല്ലാവരും ഒരു രാത്രി കൊണ്ട് നഷ്ടമാകുമ്പോൾ ശരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് അവരൊക്കെ മനസ്സിലാക്കിയ ഒരു രാത്രിയായിരുന്നു. നമ്മളൊക്കെ ഇത്തരം ഒരു ദുരന്തം വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഷാജി ചൂരൽമല പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വാക്കുതർക്കങ്ങൾ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുമായി, വേണ്ടപ്പെട്ടവരുമായി, നമ്മളൊരു കാലത്ത് മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചവരുമായൊക്കെ നിത്യവും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും ക്ഷമിക്കാനോ മാപ്പ് കൊടുക്കാനോ നമ്മളൊന്നും തയ്യാറാകുന്നില്ല. അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കുന്നു. പരസ്പരം നമ്മൾ മനസ്സിലാക്കിയിരുന്ന കാലം നമ്മൾ മറക്കുന്നു. പക്ഷെ അതൊന്നുമല്ല വേണ്ടത്. പറഞ്ഞു തീർത്തോളൂ. എന്തെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുതർക്കമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർന്നോളൂ. അതിന് ഒരു 10 മിനിറ്റിനപ്പുറം ആയുസ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എപ്പോഴാണ് നമ്മളെയൊക്കെ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളിലൂടെ ഇല്ലാതാക്കുന്നത് ഈ പ്രപഞ്ചമെന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ മാനസികമായ പ്രയാസത്തിൽ ശ്രീനേഷ് L. പ്രഭു പങ്കുവച്ച ഒരു ട്വീറ്റും ശ്രദ്ധ നേടുകയാണ്. കാരണം ട്വീറ്റ് കേരളത്തിൻ്റെ പൊതുവികാരത്തിൻ്റെ ഒരു പ്രതിനിധി പോലെ പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കും വിധമാണിപ്പോൾ മുന്നോട്ട് പോകുന്നത്. സാമൂഹിക പ്രസക്തിയുള്ള പാട്ടുകൾ ചെയ്ത് ശ്രദ്ധേയനായ ഒരു ഗാനരചയിതാവും സംഗീത സംവിധായകനും ബാങ്ക് ഉദ്യോഗസ്ഥനും ഒക്കെയാണ് ശ്രീനേഷ്. അദ്ദേഹം കഴിഞ്ഞ രാത്രിയാണ് തൻ്റെ ആശങ്ക ട്വീറ്റിലൂടെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമായി പങ്കുവച്ചത്. നമുക്ക് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള പരിഷ്കാരം സ്വയം കുഴിത്തോണ്ടലാണ് എന്നും അതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുചേർന്ന് വേഗം കേരളത്തെ രക്ഷിക്കണമെന്നുള്ള കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇല്ലെങ്കിൽ ദ്വാരക പോലെ കേരളവും ഇല്ലാതാകുമോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാവരും മനസ്സുകൊണ്ട് ഒന്നിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തുമുള്ള ആൾക്കാർ ഒന്നിക്കുകയാണ്. വയനാടിന് വേണ്ടി നമുക്ക് കേരളത്തെ രക്ഷിക്കണമെന്ന ചിന്തയിലൂടെ എല്ലാവരും ഒന്നിക്കുകയാണ്. എല്ലാവർക്കും ഒന്നിക്കാം, പരസ്പരം കൈകോർത്ത് പിടിക്കാം. നമ്മുടെ വിഷമങ്ങളും പരിദേവനങ്ങളും പരിഭവങ്ങളുമൊക്കെ ഒരു ആലിംഗനത്തിലൂടെ ഇല്ലാതെയാക്കാം. ന്യൂസ് ഡെസ്ക് കർമാനസ്.